ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഹാർട്ടിൻ്റെ പാറ്റേൺ ആണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ടൺ പ്ലസ് അക്രിലിക് ബ്ലെൻഡഡ് യാണും 4mm ക്രോഷ്യ ഹുക്കുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു മാജിക് റിങ് ചെയ്യുവാണ്. മാജിക് റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ട് ബേസിക് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുവാണ്. 1 2 and 3 3 ചെയിൻ സ്റ്റിച്ച്. ഈ 3 ചെയിൻ സ്റ്റിച്ച് നമ്മളൊരു ഡബിൾ ക്രോഷ്യോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു 2 ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഒരു ഡബിൾ ക്രോഷ്യോ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യോ ആയിരുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യോ ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ 3 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ 2 ചെയിനാണ് ചെയ്യുന്നത്. ചെയിൻ 1 ആൻഡ് ചെയിൻ 2. ഈ ചെയിൻ 2 ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി നെക്സ്റ്റ് ഇതേപോലെ ഒരു 3 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. അടുത്തൊരു 3 സെറ്റ് ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 1 ആൻഡ് ചെയിൻ 2. ഈ ഒരു രീതിയിൽ നമ്മൾ 2 സെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾക്ക് ഒരു 12 ഡബിൾ ക്രോഷ്യോ ആണ് ചെയ്യുന്നത്. അതായത് 3 ഡബിൾ ക്രോഷ്യോ 2 ചെയിൻ ചെയ്യുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യോ 2 ചെയിൻ ചെയ്യുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യോ 2 ചെയിൻ ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ പാറ്റേണിലായിട്ടാണ് ഇത് പോകുന്നത്. ഈ ഒരു രീതിയിൽ ആ 2 ചെയിൻ വരുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ ആ ലാസ്റ്റത്തെ ആ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 2 ചെയ്യുക. നമ്മൾ ടെയിൽ ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്ത ആ ഒരു 3 ചെയിനിലെ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. ലൂസായി കഴിഞ്ഞാൽ വളരെ ഗ്യാപ്പ് അവിടെ ഫോം ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെയാണ് ചെയിൻ 3. ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യോ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യോ കൂടി ചെയ്തെടുക്കുക. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3 സെറ്റ് ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അടുത്ത ആ ഒരു ഗ്യാപ്പിലേക്കാണ്. നെക്സ്റ്റ് വരുന്ന ആ ഹോളിലേക്കാണ്. അതിന് ചെയിൻ 1 ചെയ്യുക. കണക്ഷൻ ചെയിനിന് വേണ്ടിയിട്ട് ഇടയിൽ ഒരു ചെയിൻ 1 ചെയ്യുക. ആ ഒരു ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോർണറാണ്. ഇനി നമ്മൾ കോർണർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ചെയിൻ 1 ചെയിൻ 2 ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യോ തന്നെ ചെയ്യുക. ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കോർണർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരത്തെ തന്നെ നമ്മൾ ഗ്രാനി സ്ക്വയറിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതേ സെയിം പാറ്റേൺ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇതിലേക്ക് കണക്ഷന് വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷമാണ് അടുത്ത ആ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അതും കോർണർ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ 3 ഡബിൾ ക്രോഷ്യോ, ചെയിൻ 2, വീണ്ടും ആ സ്പേസിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്തെടുക്കുക. അങ്ങനെ ആ ഒരു 4 കോർണേഴ്സും അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു സെയിം ഗ്രാനി സ്ക്വയറിൻ്റെ പാറ്റേൺ തന്നെയാണ്. ബേസിക് ഗ്രാനി സ്ക്വയറിൻ്റെ പാറ്റേൺ ആണിത്. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ആ ഒരു കോർണർ വരുന്നത്. ഇതേ സെയിം പാറ്റേൺ തന്നെ നെക്സ്റ്റ് ചെയിൻ 1 അടുത്തൊരു സ്പേസിലേക്ക് ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യോ, പിന്നെ ചെയിൻ 2, വീണ്ടും ആ ഒരു സ്പേസിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യോ. ഈ ഒരു രീതിയിൽ ചെയ്തു പോവുക. ഇപ്പോൾ നമ്മൾ ആ ലാസ്റ്റത്തെ ആ ഒരു പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് ഡബിൾ ക്രോഷ്യോസ് ഉണ്ട്. ഇനി അതിലേക്ക് കണക്ട് ചെയ്യാൻ ചെയിൻ 1 ആ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. ആ ഒരു സ്പേസിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യോന് ശേഷം ഒരു 2 ചെയിൻ ഇടുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്ത് പോവുക. ചെയിൻ 1 ചെയിൻ 2 ആ മൂന്നാമത്തെ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത്
സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാനി സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മളെങ്ങനെയാണ് ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ തൊട്ടടുത്ത് വരുന്ന എല്ലാ ചെയിനിലും, അതായത് ആ ഒരു പോർഷനിൽ വരുന്ന എല്ലാ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ വെച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരു സിംഗിൾ ക്രോഷ വെച്ച് എല്ലാ ചെയിനിലും ആ ഒരു എൻഡ് എത്തുന്നവരെ, ആ ഒരു പോയിൻ്റ് എത്തുന്നത് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചെയിൻസിലും ഒരു സിംഗിൾ ക്രോഷ വെച്ച് ചെയ്തെടുക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ ആ കോർണർ വരെയും ഒരു സിംഗിൾ ക്രോഷ വെച്ച് എല്ലാ ചെയിനിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഒരു ഹാർട്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു 3 ചെയിൻ സ്പേസ് ആണ് കാണുന്നത്. അതിൽ ആ സെൻറ്റർ പോർഷനിലേക്കാണ് നമ്മളിനി വർക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷോ ആണ്. ട്രിപ്പിൾ ക്രോഷോ ചെയ്യുന്നത് 2 പ്രാവശ്യം ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട്, യാൺ ഓവർ ടു 2 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ട്രിപ്പിൾ ക്രോഷോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ നിങ്ങളൊരു 12 ട്രിപ്പിൾ ക്രോഷോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സെയിം രീതിയിൽ തന്നെ ആ സെയിം സ്പേസിലേക്ക് തന്നെയാണ് നിങ്ങൾ 12 ട്രിപ്പിൾ ക്രോഷോ ചെയ്തെടുക്കുക. ഞാനത് ചെയ്തതിന് ശേഷം കാണിക്കാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു കോർണറിലേക്കുള്ള ആ ഒരു ചെയിനിലേക്ക് ഇതേപോലെ ഒന്ന് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്യുക, ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ നോക്കും, നിങ്ങൾക്ക് കാണാം ആ സെൻറ്റർ പോർഷനിലെ ഒരു ചെയിൻ സ്പേസ് ഉണ്ട്. ആ ചെയിൻ സ്പേസിലേക്കാണ് നിങ്ങൾ ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് ഒരു 12 ട്രിപ്പിൾ ക്രോഷ് ചെയ്തെടുക്കുക. നേരത്തെ സെയിം പോലെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ചെയിൻ സ്പേസ് എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങളത് വർക്ക് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ ഷേപ്പ് തന്നെ ചേഞ്ച് ആയി പോകും. അങ്ങനെ ഞാൻ ആ ഒരു 12 ട്രിപ്പിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കോർണറിലേക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് ആ ഒരു കോർണറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു എൻഡ് പോർഷൻ എത്തുന്നത് വരെ, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു പോർഷൻ എത്തുന്നത് വരെയും എല്ലാ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ വെച്ച് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ എല്ലാ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഞാൻ ഒരു ലാസ്റ്റ് സിംഗിൾ ക്രോഷവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഒരു വർക്കിംഗ് ആണോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ത്രെഡ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ യാണൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നീഡിൽ എടുക്കുക. നീഡിൽ യൂസ് ചെയ്ത് നമ്മൾ ഹൈഡ് ചെയ്യുകയാണ്. ഇതാണ് ആ ഒരു പ്രോജക്റ്റും ഫ്രണ്ട് സൈഡും, ഇതതിൻ്റെ ബാക്ക് സൈഡുമാണ്. നിങ്ങളെപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഭാഗമാണ്, ഒരിക്കലും തെറ്റിപ്പോയത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മളിത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് വരുന്ന ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ യാൺ ബാക്കിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അടുത്തുള്ള നിങ്ങൾക്ക് റാൻഡമായിട്ടുള്ള സ്റ്റിച്ചുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ പോർഷനിലും ഒരു ത്രെഡ് ഉണ്ട്. അത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം അതും ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ ഹാർട്ട് ഷേപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതെല്ലാം ബേസിക് സ്റ്റിച്ചുകൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസിക് സ്റ്റിച്ചുകളെല്ലാം ആദ്യം തന്നെ പഠിക്കുക. നിങ്ങൾ ക്രോഷോ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ബേസിക് സ്റ്റിച്ചുകളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് തരം പാറ്റേൺസ് ട്രൈ ചെയ്യാൻ പറ്റും. ഈ പാറ്റേൺസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പലതരം ഡീക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.